നിങ്ങളുടെ ജീവിതത്തിൽ കഴിവുകൾ ഉള്ളതൊക്കെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവസാനം ഭാവിയെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാൻ നിങ്ങൾ യോഗ്യരല്ല. കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന ശീലങ്ങളാണ് പിന്നീട് നമ്മൾ വേട്ടയാടുന്നത്. പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാപത്ത് തിന്നാന്ന് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വളരെ വ്യക്തമായൊരു ദിശാബോധത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ കണ്ടവര് കാണിക്കുന്ന വഴിയിലൂടെ പോയി അന്ധേനൈവ നിയമാനായ യഥാന്ത എന്ന് കഠോപനിഷത്തിൽ പറയുന്ന പോലെ ഒരു അന്ധന്റെ പുറകിൽ വേറൊരു അന്ധൻ പോകുന്ന പോലെ അങ്ങും ഇങ്ങും എത്താതെ അവസാനം വിലപിച്ചിട്ട് കാര്യമില്ല. കുട്ടികളെ, നിങ്ങൾ വഴി തെറ്റിച്ചതിന് നിങ്ങളെയാണ് കുറ്റം പറയേണ്ടത്. കാണുന്നില്ലേ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും? എന്ത് നേടി അവരെ കുടുംബത്തിന് എന്ത് കിട്ടി? ഇതൊക്കെ നിങ്ങൾ നോക്കോ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ കൊടീശ്വരന്മാരാണ്, അവർക്കൊന്നൊരു പോറൽ പോലും ഏൽക്കുന്നില്ല. ഇനി രാഷ്ട്രീയ നേതാക്കന്മാര് അവരൊരു വശത്ത് കേരളത്തിൽ അത്ഭുതമാണ് രാഷ്ട്രീയം, ഒരു വശത്ത് അമേരിക്കയെ കുറ്റം പറയും സാമ്രാജ്യത്വ രാജ്യമെന്നും ബൂർഷാ രാജ്യമെന്നും. പക്ഷെ ഈ അവര് വാനോളം പുകഴ്ത്തുന്ന രാജ്യങ്ങളിലൊന്നും ഇവരൊന്നും ചികിത്സയ്ക്കും പോവാറില്ല. ചികിത്സയൊക്കെ വേണമെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വൈരുദ്ധ്യാത്മിക വിപ്ലവവാദം. ഇപ്പോഴേ എനിക്കിതൊക്കെ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായി. പറയുന്നൊക്കെ വൈരുദ്ധ്യമാണ്. എന്നിട്ട് ഇതൊക്കെ വലിയ വാക്കുകളായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാവം നിങ്ങളെ പറ്റിച്ച് നിങ്ങളെ എങ്ങും ഇല്ലാതാക്കി നിങ്ങളുടെ വോട്ട് കൊണ്ട് അവർ സകല സൗകര്യങ്ങളും അനുഭവിച്ച് സുഖിക്കുക. നിങ്ങൾ പാവം റോട്ടിൽ വെയിലും കൊണ്ട് കൊടിയും പിടിച്ച് നടക്കുക. ഇതിനൊരു മാറ്റം വരണ്ടേ? ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ? നിങ്ങൾ ഗീത എടുത്ത് പഠിക്കൂ. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജീവിതം ആർക്കോ വേണ്ടി തൊലച്ചു കളയല്ല, നാളെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ. ഒരു സമൂഹത്തെ നയിക്കാൻ കഴിവുള്ളവരാണ്. അല്ലാതെ സമൂഹത്തിന്റെ എങ്ങുമെത്താതെ ഒരു ബാധ്യതയായിട്ട് പ്രശ്നമായി അങ്ങനെ ജീവിച്ച് നിങ്ങളുടെ ജീവിതം അങ്ങനെ നരകിപ്പിച്ച് തീർക്കാനുള്ളതല്ല. ജീവിതം മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഗീതയിലേക്ക് തന്നെ വരണം. നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. ഗീതയിലെ 4-ാം അധ്യായത്തിലെ 36-ാം ശ്ലോകമായിരുന്നു നമ്മൾ തുടങ്ങേണ്ടത്. ആ ഭാഗം നമുക്കൊന്നുകൂടി നമുക്ക് നോക്കാം. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാം സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. ഒന്നുകൂടി ചൊല്ലാം. ഈ ശ്ലോകം നിങ്ങളെല്ലാവരും മനപ്പാഠം പഠിക്കണം. കാരണം ഉണ്ട്, അത് പറയാം നമുക്ക്. അഭിചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമാം സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി.